നല്ല സമയത്തിനായിട്ട് കർത്താവിന്റെ നാമത്തെ സ്തുതിക്കുകയും ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സൂം മീറ്റിംഗിൽ അല്പസമയം ദൈവവചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ കടന്നു വരുവാൻ വലിയവനായ ദൈവം എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ നല്ല അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുകയാണ്, ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ സൂം മീറ്റിംഗിന്റെ ഇൻചാർജ് വഹിക്കുന്ന ക്രിസ്തുവിൽ ബഹുമാന്യനായ കർത്താവിന്റെ ദാസൻ ഫാസ്റ്റർ ജോസഫ് മാത്യു അവറുകൾ, അതേപോലെ ഈ പ്രയർ ലൈനിന്റെ കോർഡിനേറ്റ് ചെയ്യുന്ന വത്സല്യ കർത്താവിന്റെ ദാസി സിസ്റ്റർ സന്ധ്യ, ഈ സൂം മീറ്റിംഗിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും പ്രാരംഭമായി ഞാൻ അറിയിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഈ സമയത്ത് നിങ്ങളുമായിട്ട് അല്പസമയം ദൈവവചനം പങ്കിടുവാൻ ലഭ്യമായ ഈ അവസരത്തിൽ. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എന്ന് കേൾക്കുന്ന ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന്, വിടുതലിന്, വലിയ ആഴമേറിയ ദൈവപ്രവർത്തിക്ക് കാരണമായി തീരട്ടെ എന്ന് ദൈവസന്നിധിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പേര് ഇവിടെ ഓർപ്പിച്ചതുപോലെ സാം ഈശോ എന്നാണ്. പത്തനംതിട്ട എന്ന് പറയുന്ന ജില്ലയിൽ സീതത്തോട് എന്ന് പറയുന്ന ഒരു കൊച്ചു ഗ്രാമപ്രദേശത്ത് ജനിച്ചു വളർത്തപ്പെടുവാൻ വലിയവനായ ദൈവം എനിക്ക് കൃപ ചെയ്തു. എൻ്റെ പ്രാഥമിക വിദ്യാഭ്യാസത്തോടുള്ള ബന്ധത്തിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് കടന്നുപോയി. അങ്ങനെ 3 ബൈബിൾ സെമിനാരികളിൽ ദൈവവചനം പഠിക്കുവാനായിട്ട് കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ 17 വർഷമായിട്ട് കർത്താവിൻ്റെ മഹത്വമുള്ള വേലയോടുള്ള ബന്ധത്തിൽ സഭാ ശുശ്രൂഷകനായി പലയിടങ്ങളിൽ പ്രവർത്തിപ്പാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കിയ അവസരത്തെ ഓർത്തും ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ ആത്മീക ജീവിതത്തിൽ ഏറ്റവും ആഴമേറിയ അനുഭവങ്ങൾ പകർന്ന് ലഭിച്ച ഒരു സമയമെന്ന് പറയുന്നത് മലബാറിൽ ദൈവവേലയോടുള്ള ബന്ധത്തിൽ ഞാൻ ആയിരിക്കുമ്പോഴാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെ വലിയ ദൈവപ്രവൃത്തി കണ്ട് സന്തോഷിപ്പാൻ കർത്താവിന്റെ ജീവിതത്തിൽ കൃപ നൽകി. ആമേൻ. ഒത്തിരി ആത്മീക അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ട്. എന്നിരുന്നാലും ഞാൻ കൂടുതലായിട്ട് ദൈവവചന ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിങ്ങളുമായിട്ട് സമയം പങ്കിടുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ വൈഫിന്റെ പേര് ആനി തോമസ് എന്നാണ്. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. മകൾ ആൽഫ, മകള് +2 പഠിക്കുന്നു. എൻ്റെ മകൻ അലൻ, അദ്ദേഹം 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന വ്യക്തിയാണ്. ഞങ്ങളെ കുടുംബമായി ഈ സൂം മീറ്റിങ്ങിലുള്ള, ഈ പ്രയർ ലൈനിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും ഞങ്ങളെ കുടുംബമായി വഹിച്ച് പ്രാർത്ഥിക്കുവാൻ ദൈവസ്നേഹത്തിൽ ഓർപ്പിക്കുന്നു. ഞങ്ങളുടെ ശുശ്രൂഷ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ, കേൾക്കുന്നവർക്ക് അത് അനുഗ്രഹമായി, വിടുതലായി, ദൈവപ്രവർത്തിക്ക് കാരണമായി തീരുവാൻ ദൈവം സഹായിക്കട്ടെ. ഞാനിപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കോട്ടയം ജില്ലയിൽ പാമ്പാടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ചർച്ച് ഓഫ് ഗോഡ് ഫുൾ ഗോസ്പൽ ഇൻ ഇന്ത്യ കേരള സ്റ്റേറ്റ് ദൈവസഭയുടെ ഒരു ശുശ്രൂഷകനാണ്. കഴിഞ്ഞ 9 വർഷമായി ദേശത്തായിരിക്കാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഭാഗ്യം നൽകി. എല്ലാറ്റിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇടക്കാലയളവിൽ ദോഹയിലെ ദൈവസഭയുടെ ശുശ്രൂഷകനായിരിക്കാനും കർത്താവിന്റെ ജീവിതത്തിൽ കൃപ നൽകി. ഇതെല്ലാം ദൈവത്തിന്റെ മഹാദയയാലും കരുണയാലുമാണ്. അതിനായിട്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. ദൈവത്തിന് സ്തോത്രം. അല്പസമയത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ടാണ് പ്രാരംഭത്തിൽ ഞാൻ എൻ്റെ സമയത്തെ വേർതിരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എനിക്കറിയാം, നിശ്ചയമായിട്ടും ഇത് തുടർമാനമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സൂം മീറ്റിംഗ് ആണ്, ഒരു പ്രയർ മീറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പ്രാരംഭത്തിൽ ഓർപ്പിക്കുവാനായിട്ട് ദൈവസന്നിധിയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയുടെ ശക്തി എന്ന് പറയുന്നത് അസാധാരണമായ ശക്തിയാണ്. പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും.
ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആമേൻ ദൈവിക വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് ഇടയായി തീരും. ആമേൻ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന്റെ വചനം നാം പഠിക്കുമ്പോൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയങ്ങളിൽ ദൈവിക വിടുതലുകൾ അനുഭവിച്ച അനേക അനുഭവങ്ങൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമുക്കറിയാം, അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യങ്ങളിലൊക്കെ നമ്മൾ വായിക്കുമ്പോൾ അവിടെ പത്രോസ് എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യനെ പിടിച്ച് തടവിലാക്കുകയാണ്. ആ തടവിൽ അവനെ 2 ചങ്ങലകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുകയാണ്. 2 പടയാളികളുടെ നടുവിൽ താനെ ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കാവൽക്കാർ വാതിലിന്റെ മുമ്പിൽ കാരാഗ്രഹം കാത്തുകൊണ്ട് നിൽക്കുമ്പോൾ ആമേൻ പത്രോസ് തടവിൽ കിടക്കുന്ന സമയം മുതൽ ദൈവസഭ തന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. പ്രാർത്ഥനയുടെ പവർ എന്താണെന്ന് ആ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. പത്രോസ് തടവിൽ കിടക്കുന്ന സമയം മുതൽ ദൈവസഭ തന്റെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് സഡൻലി ആയിട്ട് കർത്താവിന്റെ ദൂതൻ ആ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ പ്രത്യക്ഷനാകുകയാണ്. കാരാഗ്രഹത്തിൽ കിടക്കുന്ന പത്രോസിനെ പുറത്തു കൊണ്ടുവരുവാൻ കർത്താവിന്റെ ദൂതനെ കാരാഗ്രഹത്തിനകത്ത് ദൈവം തമ്പുരാനാക്കുകയാണ്. നമ്മൾ ആ ഭാഗം ഇങ്ങനെയാണ് വായിക്കുന്നത്. എന്റെ വിഷയം ഇതല്ല, ഞാൻ പ്രാർത്ഥന എന്നുള്ള ബന്ധത്തിൽ 1-2 കാര്യങ്ങൾ ഓർപ്പിക്കുക മാത്രമാണ്. ദൂതൻ പ്രത്യക്ഷനായപ്പോൾ ഇരുളടഞ്ഞ കാരാഗ്രഹത്തിലേക്ക് ദൈവികമായ വെളിച്ചം പ്രവേശിക്കുകയാണ്. നോക്കൂ ദൈവമക്കളെ, പത്രോസിനെ ദൂതൻ വിലാപ്പുറത്ത് തട്ടി എന്നുള്ളത് സത്യമാണ്. എന്നാൽ ആ സ്പർശനം കൊണ്ട് ദൈവത്തിന്റെ ദാസൻ ഉണരുവാനായിട്ടിടയായി. ആമേൻ. തന്റെ ചങ്ങലകൾ ആരും അഴിച്ചതല്ല. ആമേൻ. ഉണർന്നപ്പോൾ ചങ്ങലകൾ അഴിഞ്ഞു മാറുവാനായിട്ടിടയായി തീർന്നതാണ്. ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സൂം മീറ്റിംഗിൽ ദൈവത്തിന്റെ വചനം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ഒരു ദൂതായി ദൈവജനത്തോട് ഞാൻ പറയാം, നാം ഒന്ന് ഉണർന്നു കഴിഞ്ഞാൽ മതി, ചില ചങ്ങലകൾ അഴിഞ്ഞു മാറുവാനായിട്ട് ഇടയായിത്തീരും. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ദൈവത്തിന് സ്തോത്രം. ചില ചങ്ങലകൾ അഴിഞ്ഞു മാറുന്ന പകലാണ് ഇന്ന് പകലിൽ. ഉണർവിന്റെ ശക്തി നമ്മിൽ വ്യാപരിച്ചു കഴിഞ്ഞാൽ ഒരു ചങ്ങലയ്ക്ക് നമ്മെ പിടിച്ചു കെട്ടുവാനായിട്ട് സാധ്യമല്ല. എത്ര വലിയ പൂട്ടുകൊണ്ട് പിശാച് നമ്മെ പൂട്ടിയാലും, എത്ര വലിയ ചങ്ങല കൊണ്ട് പിശാച് നമ്മെ ബന്ധിച്ചാലും അതിനെ പരിശുദ്ധാത്മാവിന്റെ ശക്തിക്ക് സെക്കൻഡുകൾക്കുള്ളിൽ അഴിച്ചു മാറ്റാനായിട്ട് കഴിയും. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവമക്കളെ, ഒരു ദൂത് ഞാൻ പറയുന്നു, ഉണർവിനകത്ത് ഒരു വിടുതലുണ്ട് കേട്ടോ. വ്യക്തിപരമായി നാം ഉണർന്നു കഴിഞ്ഞാൽ നമ്മിൽ അത്ഭുതം സംഭവിക്കുവാനായിട്ടിടയാകും. ആമേൻ. കുടുംബപരമായി നാം ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിനുള്ളിൽ വിടുതൽ നടക്കുവാനായിട്ടിടയാകും. ദൈവമക്കളെ, നാം സഭയായി ഉണർന്നു കഴിഞ്ഞാൽ നമ്മുടെ സഭയ്ക്കകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ടിടയാകും. ഈ സൂം മീറ്റിംഗിൽ ആമേൻ വിവിധ വിഷയങ്ങളുമായി, ആമേൻ വിവിധ ആവശ്യങ്ങളുമായി, ആമേൻ വിവിധ നിലകളിലുള്ള പ്രാർത്ഥന, ആമേൻ അനുഭവങ്ങളുമായി ദൈവസന്നിധിയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് പകൽക്കാലം ആത്മാവിൽ ആമേൻ ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ ഞാൻ വിളിച്ചു പറയാം, നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഏത് ഭാരമുള്ള വിഷയമാണെങ്കിലും ആമേൻ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ എന്റെ ദൈവം മതിയായവനായ ദൈവമാണ്. നമ്മെ വിടാതെ പിന്തുടരുന്ന ചില ചങ്ങലകൾ ഇന്ന് പകലിൽ അഴിഞ്ഞു തുടങ്ങുന്ന പകലാണ്. എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? നിന്റെ ഭാവി ജീവിതത്തെ തടഞ്ഞു വെച്ചിരിക്കുന്ന, നീ നന്മ പ്രാപിക്കാതെ ഇരിക്കേണ്ടതിന്, നിന്റെ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാകാതിരിക്കേണ്ടതിന്, നിന്റെ അനുഗ്രഹങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന, ദൈവം തന്ന വാഗ്ദത്തം അവകാശമാക്കാൻ കഴിയാതെ വാഗ്ദത്തങ്ങളെ തടഞ്ഞു വെച്ചിരിക്കുന്ന ചങ്ങലകൾ ഇന്ന് ഈ പകലിൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പൈശാചിക ശക്തികൾ, പാരമ്പര്യത്തിന്റെ ശക്തികൾ, നമ്മുടെ കുടുംബത്തെ മുടിക്കുവാൻ കാത്തുനിന്ന ശക്തികളില്ലേ, അവർക്കൊരു കാര്യം മനസ്സിലായി, ഇനിയും എന്റെ പദ്ധതികൾ വിലപ്പോവുകയില്ല. അഭിഷേകത്തിന്റെ ശക്തി ആമേൻ എന്റെ മേലുണ്ട് എന്നുള്ളത്.
അഭിഷേകത്തിന്റെ ശക്തി ദൈവജനത്തിന്റെ മേൽ ഉള്ളിടത്തോളം, ദൈവത്തിന്റെ ആത്മാവിന്റെ ജ്വലനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നിടത്തോളം, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ജീവിതത്തിൽ ആമേൻ ഉള്ളിടത്തോളം ഒരു ദുഷ്ടശക്തിക്കും നമ്മെ തൊടാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. ആമേൻ. നാം ദൈവത്തിന്റെ കൃപയിൽ ശരണപ്പെട്ടാണ് ആയിരിക്കുന്നതെങ്കിൽ ആമേൻ എത്ര പ്രതികൂലങ്ങൾ ജീവിത പടകിനെതിരെ ആഞ്ഞടിച്ചാലും അതിനെയെല്ലാം അതിജീവിക്കാനുള്ള കരുത്ത് നമ്മുടെ ജീവിതത്തിൽ പകർന്നു നൽകുവാൻ കഴിവുള്ള ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അഭിഷേകത്തിന്റെ ശക്തി നിന്റെ കുടുംബത്തിൽ ഉള്ളിടത്തോളം ആമേൻ നിന്നെ തൊടാൻ ഒരു പൈശാചിക ശക്തിക്കും കഴിയുകയില്ല. ഇന്ന് പകലിൽ ആമേൻ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ സംഭവിക്കുന്ന ആമേൻ ദിവസമാണ്. ഹല്ലേലൂയ. ചിലതിന്റെ അടക്കം നടത്താൻ പിശാച് ശ്രമിക്കുമ്പോൾ, ചിലരുടെ തകർച്ച കാണാൻ പിശാച് ശ്രമിക്കുമ്പോൾ, ആമേൻ ഹല്ലേലൂയ, ഉയർച്ചകളെ തടയുന്ന, ആത്മീക അനുഭവങ്ങളെ തടയുന്ന, ദൈവിക വാഗ്ദത്തങ്ങളെ തടയുന്ന ആമേൻ പൈശാചിക ശക്തികൾ, ആമേൻ കൃപ ലഭിച്ച ദൈവ പൈതലെ ഇന്ന് പകലിൽ സ്തോത്രം പറഞ്ഞു തുടങ്ങിയാൽ മതി, നമ്മുടെ ജീവിതത്തിൽ പകൽക്കാലം ഒരു വിടുതൽ സംഭവിക്കുവാൻ ഇടയാകും. ഇന്ന് നിന്റെ ഒടുക്കമല്ല കേട്ടോ, ഇന്ന് അത്ഭുതങ്ങളുടെ ആരംഭമാണ്. ശത്രു നമ്മുടെ മുമ്പിൽ അടച്ചു കളഞ്ഞ വാതിലുകളെ എന്റെ ദൈവം ആമേൻ നമുക്ക് വേണ്ടി തുറക്കുന്ന ദൈവമാണ്. എത്ര ദൈവമക്കൾ ഇന്ന് പകൽക്കാലം വിശ്വസിച്ച് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. ദൈവമക്കളെ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കാണ് വിടുതലിന്റെ അനുഭവങ്ങൾ ഉള്ളത്. ആമേൻ. ദൈവത്തിന് സ്തോത്രം. എത്രമാത്രം നമ്മെ മറ്റുള്ളവർ ഒറ്റപ്പെടുത്തിയാലും അത്രത്തോളം നമ്മെ മാനിക്കുവാൻ നമ്മുടെ ദൈവം ശക്തനായ ദൈവമാണ്. ആമേൻ. ഇന്നുള്ള നമ്മുടെ ഒറ്റപ്പെടലുകൾ ഒരിക്കലും നമ്മുടെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല, ഉയർച്ചയുടെ ഒരു ചവിട്ടുപടിയാണ്. ഹല്ലേലൂയ. ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങൾ നിന്നെ തകർക്കുവാനല്ല കേട്ടോ. ക്രിസ്തീയ ജീവിതത്തിൽ ഒരുപക്ഷെ ഒത്തിരി വേദനകൾ, ഒത്തിരി ഭാരങ്ങൾ, ഒത്തിരി പ്രയാസങ്ങൾ, ഒത്തിരി ആകുലതകൾ ഒരുപക്ഷെ അനുഭവിക്കുന്ന വ്യക്തികളായിരിക്കാം. പല വിഷയങ്ങളിൽ മനസ്സ് തകർന്ന്, ഉള്ളു തകർന്ന് ആമേൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. പലതിനെ ചൊല്ലി ദൈവസന്നിധിയിൽ ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ഇടിവിൽ നിൽക്കുകയും ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. ആമേൻ. ദൈവമേ, പ്രാർത്ഥിച്ചിട്ടും ഒരു വിടുതൽ കിട്ടിയില്ലല്ലോ, പ്രാർത്ഥിച്ചിട്ട് എത്ര നാളുകളായി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് വിഷയത്തിന്റെ മേൽ ഒരു മറുപടി ഇല്ലല്ലോ എന്നോർത്ത് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്നുണ്ടാകാം. എന്നാൽ അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആമേൻ സ്തോത്രം. എത്രത്തോളം നീ നിന്നെ അനുഭവിച്ചോ അത്രത്തോളം നിന്നെ മാനിക്കുവാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രതികൂലങ്ങൾ നിന്നെ തകർക്കുവാനല്ല, ആമേൻ നിന്നെ അവഗണിച്ചവർ പരിഗണിക്കേണ്ടതായ ഒരു ദിവസം നിന്റെ ജീവിതത്തിൽ കടന്നു വരും. നീ ഒരു പരാജയമാകാൻ എന്റെ ദൈവം അനുവദിക്കുകയില്ല കേട്ടോ. നിന്റെ വീഴ്ച ആഘോഷിക്കാൻ എന്റെ ദൈവം സമ്മതിക്കുകയില്ല. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ, നിന്നിലുള്ള അഭിഷേകം പുറത്തു കൊണ്ടുവരും. ഇന്ന് പകലിൽ വിശ്വസിക്കുന്നവർ അധരങ്ങൾ തുറന്ന് കർത്താവിന്റെ നാമത്തിൽ സ്തോത്രം ചെയ്താട്ടെ. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയെ, നിന്നിലുള്ള അഭിഷേകം പുറത്തു കൊണ്ടുവരും. എത്ര ദൈവമക്കൾ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. പിശാചിനറിയാം നീ ആത്മാവിൽ ബലപ്പെട്ടാൽ ആമേൻ നിന്റെ മേലുള്ള ചങ്ങലകൾ അഴിയുമെന്ന്. ആമേൻ. ഇന്ന് പകൽക്കാലം ആമേൻ സ്തോത്രം ആരാധനയ്ക്കുള്ള ശക്തി പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ ആരാധിക്കാൻ, ആമേൻ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം അർപ്പിക്കാൻ ആമേൻ കൃപ ലഭിച്ച ദൈവമക്കൾ ദൈവത്തെ സ്തോത്രം ചെയ്ത് തുടങ്ങിയാൽ മതി, ദൈവിക വിടുതൽ നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നൽകുവാനായിട്ടിടയായി തീരും. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം അനുഭവിച്ച നിന്ദകളുണ്ടല്ലോ, നാം അനുഭവിച്ച പരിഹാസങ്ങൾ, അതിനൊക്കെ ദൈവം മറുപടി നൽകാനായി പോവുകയാണ്. നീ അവസാനിച്ചുവെന്ന് ലോകം പറയുന്ന ഇടത്ത് നിനക്ക് വേണ്ടി ആമേൻ അത്ഭുതകരമായ വഴികൾ എന്റെ ദൈവം നിനക്ക് വേണ്ടി ചെയ്തു നൽകുന്ന ദൈവമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇതൊരു പ്രാർത്ഥനാ മീറ്റിംഗ് ആയതുകൊണ്ട് ആമേൻ എന്നെ ചിന്തിപ്പിച്ചൊരു വിഷയം ഏലിയാവിനെ കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ എന്റെ ഉള്ളിൽ ആമേൻ ഒരു പ്രേരണ ലഭിക്കുവാനായിട്ടിടയായത്. ഞാൻ ആ വിഷയത്തിലേക്കാണ് വരാനായിട്ട് ആഗ്രഹിക്കുന്ന. ആമുഖമായി ചില കാര്യങ്ങൾ ഞാൻ ഓർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ ഭക്തനായ, ദൈവത്തിന്റെ ദാസനായ
ദാനിയേൽ പ്രാർത്ഥിച്ചപ്പോൾ നെബൂഖദ്നേസറിനെ കൊണ്ട് നിർബന്ധിച്ച് എഴുതിച്ച രേഖകളെ ദൈവം മാറ്റുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ആമേൻ, പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു വിടുതലുണ്ട്. മൊർദെഖായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചപ്പോൾ ഹാമാൻ എഴുതിയ രേഖയെ ദൈവം എടുത്തു മാറ്റുകയാണ്. ഇന്ന് പകൽ പ്രാർത്ഥിച്ച് നമ്മൾ തുടങ്ങുമ്പോൾ നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയ്ക്കെതിരെ, നീ ആയിരിക്കുന്ന ആമേൻ സ്തോത്രം ഹല്ലേലൂയ അവസ്ഥകളിൽ ദുഷ്ടപിശാച് നിന്നെ കുറിച്ച് ആമേൻ എഴുതി വെച്ച പല രേഖകളും കീറപ്പെടുന്ന പകലാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്നോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്ന നിന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടോ അതൊക്കെ മടക്കി തരാൻ എന്റെ ദൈവം മതിയായവനായ ദൈവമാണ്. ഹല്ലേലൂയ. നഷ്ടപ്പെട്ടത് ആമേൻ തിരികെ പ്രാപിക്കാൻ ഒരു ദിവസം മതി കേട്ടോ. നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരികെ പ്രാപിക്കാൻ ആമേൻ കർത്താവിന് ഒരു നിമിഷം മതി. ഹല്ലേലൂയ. ഇന്ന് പകൽ എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? നഷ്ടപ്പെട്ടെന്ന് കരുതിയത്, കൈമോശം വന്നെന്ന് കരുതിയത്, ആമേൻ സ്തോത്രം, ഒരിക്കലും സംഭവിക്കത്തില്ലെന്ന് കരുതിയ വിഷയത്തിന്റെ മേൽ വിടുതൽ നൽകി തരുവാൻ എന്റെ ദൈവം മതിയായവനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ പവർ മനസ്സിലാക്കിയ ദൈവമക്കളോടാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ളൊരു കാര്യമല്ല. ആമേൻ. പ്രസംഗിക്കുവാൻ എളുപ്പമാണ്, എന്നാൽ പ്രാർത്ഥിക്കുവാൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥന എന്ന് പറയുന്നത് പിശാചിന്റെ കോട്ടകളെ തകർക്കുന്ന ശക്തിയാണ്. പ്രാർത്ഥന എന്ന് പറയുന്നത് അന്ധകാരത്തിന്റെ കോട്ടകളെ ഇടിക്കുന്ന ശക്തിയാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്നവനെ പിശാചിന് തൊടാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവപ്രവൃത്തിയെ തടയുന്ന അന്ധകാര ശക്തികൾ ഞെട്ടിവിറയ്ക്കണമെങ്കിൽ ആമേൻ ദേശത്തിന്റെ മേൽ ആധിപത്യം സ്ഥാപിച്ച്, കുടുംബങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച്, വ്യക്തികളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച്, തലമുറകളുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച്, ദൈവസഭകളുടെ പ്രവർത്തനങ്ങളെ തടയുന്ന, ആത്മാക്കളെ തടയുന്ന ആമേൻ പൈശാചിക ശക്തികൾ അഴിഞ്ഞു മാറണമെങ്കിൽ, ആമേൻ പൈശാചിക ശക്തികൾ ഞെട്ടി വിറയ്ക്കണമെങ്കിൽ, ആമേൻ ദൈവസന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന ആമേൻ ഒരു കൂട്ടം ജനമുണ്ടെങ്കിൽ ദേശത്തിന്റെ വിടുതലിന് വേണ്ടി, ആമേൻ കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി, ആമേൻ ദൈവസഭ പ്രാർത്ഥിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ടിടയാകും. ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രവൃത്തികളുടെ പുസ്തകം 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. ഹല്ലേലൂയ. ധന്യനായ പൗലോസും ശീലാസും കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് ദൈവത്തെ ആമേൻ സ്തുതിക്കുകയാണ്, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തെ ആരാധിക്കുകയാണ്. കാരാഗ്രഹം ആരാധനയ്ക്ക് ആമേൻ ആമേൻ ആ കാരാഗ്രഹം എന്ന് പറയുന്നത് ആരാധനയ്ക്കുള്ള ഒരു വേദിയാക്കി താൻ മാറ്റുകയാണ്. ആ കാരാഗ്രഹം പ്രാർത്ഥനയ്ക്കുള്ള ഒരവസരമാക്കി മാറ്റുകയാണ്. ആമേൻ. പ്രതികൂലത്തിന്റെ നടുവിലും പ്രാർത്ഥിക്കാനും ദൈവത്തെ ആരാധിക്കാനും മനസ്സ് വെക്കുന്നെങ്കിൽ ആമേൻ നമ്മുടെ കണ്ണുകൾ കൊണ്ട് തന്നെ ചില ദൈവിക വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുവാനായിട്ടിടയായി തീരും. ആമേൻ. കാരാഗ്രഹത്തിനാണല്ലോ ഞാൻ കിടക്കുന്നത്. ആമേൻ. വലിയ ക്ഷീണമാണ്. ആമേൻ. പ്രതികൂലത്തിന്റെ നടുവിലാണ് ഞാൻ ആയിരിക്കുന്നത് എന്ന് പറഞ്ഞ് അവർ പ്രാർത്ഥിക്കാതിരിക്കുകയല്ല, അവർ ദൈവസന്നിധിയിൽ ആരാധിക്കാതിരിക്കുകയല്ല. ആമേൻ. കാരാഗ്രഹമാണെങ്കിലും തടവറയാണെങ്കിലും ഏത് പ്രതികൂലത്തിന്റെ അനുഭവങ്ങളാണെങ്കിലും ആമേൻ ഉള്ളിൽ അഭിഷേകത്തിന്റെ ശക്തി പ്രാപിച്ചവർ, ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ ജ്വലനം അനുഭവിക്കുന്നവർക്ക് ദൈവസന്നിധിയിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ട് കഴിയും. അങ്ങനെ ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന സമയത്ത് ഒരു ദൈവിക വിടുതൽ അവിടെ സംഭവിക്കുകയാണ്. അവർ ദൈവസന്നിധിയിൽ ആമേൻ ആരാധിച്ചത് ബന്ധനമഴിയാൻ വേണ്ടിയല്ല. അവർ ദൈവത്തെ ആരാധിച്ചത്, അവർ ദൈവത്തെ പാടി സ്തുതിച്ചത്, അവർ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയത് ആ ബന്ധനങ്ങൾ അഴിയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആമേൻ ആരാധിച്ച മാത്രയിൽ, ആരാധിച്ചപ്പോൾ ആ ബന്ധനങ്ങൾ അഴിഞ്ഞതാണ്. ആമേൻ. ഇന്ന് പകലിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആമേൻ ചിലരുടെ ആമേൻ ബന്ധനങ്ങളെ പരിശുദ്ധാത്മാവ് അഴിക്കുന്ന പകലാണ്. ചിലരുടെ ബന്ധനങ്ങളെ ആമേൻ സ്വർഗത്തിലെ ദൈവം അഴിച്ചു മാറ്റുന്ന പകലാണിത്. ആമേൻ. എത്ര ദൈവമക്കൾ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട് കാരാഗ്രഹത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തിയെ വെളിപ്പെടുത്തുവാൻ അധികാരമുള്ളവനായ ദൈവം ആമേൻ സിംഹത്തിന്റെ കുഴിയിൽ ആമേൻ ദൈവത്തിന്റെ ദാസനെ സംരക്ഷിക്കാൻ
ദാനിയേലിനെ സിംഹകുഴിയിൽ നിന്ന് വിടുവിക്കുവാൻ ശക്തനായ ദൈവം എരിയുന്ന തീച്ചൂളയിൽ എടുത്തെറിയപ്പെട്ട യഹൂദ ബാലന്മാരായ ചന്ദ്രക്കിനെയും മെശക്കിനെയും അഭേദനഗോവിനെയും ആമേൻ തീയുടെ മണം തട്ടാതെ, ആമേൻ തീ അവരെ ദഹിപ്പിച്ചു കളയാതെ, ആമേൻ ആമേൻ എരിയുന്ന തീച്ചൂളയിൽ നിന്ന് വിടുവിക്കുവാൻ എന്റെ ദൈവത്തിന് സാധ്യമായെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയട്ടെ, എത്ര പ്രതികൂലത്തിന്റെ അനുഭവങ്ങളിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും, എത്ര വിഷമഘട്ടങ്ങളിലൂടെയാണ് നീ കടന്നു പോകുന്നതെങ്കിലും, അതിന്റെ നടുവിൽ നിന്നെ മാനിക്കുവാൻ, അതിന്റെ നടുവിൽ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുവാൻ, ആമേൻ സ്തോത്രം, നീ ആയിരിക്കുന്ന പ്രതികൂലത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ, നീ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് ആമേൻ സ്തോത്രം, ആമേൻ ഒരു പ്രതീക്ഷയുടെ അനുഭവത്തെ തന്ന് നിന്നെ പുറത്തെത്തിക്കാൻ എന്റെ ദൈവം വിശ്വസ്തനായ ദൈവമാണ്. ആമേൻ. ഞാനിങ്ങനെ പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാൻ ചിന്തിപ്പിച്ച ഭാഗത്തേക്ക് എനിക്ക് കടന്നു വരുവാൻ കഴിയാതെ വരും. ആമേൻ. 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുകയാണ്. ദൈവത്തിന്റെ ദാസനായ ഏലിയാവ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. വെറുതെ താൻ പ്രാർത്ഥിക്കുകയല്ല. ആമേൻ സ്തോത്രം. ജീവിതത്തിൽ ക്രമീകരിക്കേണ്ടതിനെ എല്ലാം ക്രമീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ താൻ പ്രാർത്ഥിക്കുകയാണ്. തന്റെ പ്രാർത്ഥനയുടെ വാചകം എന്ന് പറയുന്നത് ദീർഘമുള്ള വാക്കുകളല്ല. തന്റെ പ്രാർത്ഥനയുടെ വാക്കുകൾ എന്ന് പറയുന്നത് മണിക്കൂർ കണക്കിന് നീണ്ട ഒരു പ്രാർത്ഥനയല്ല താൻ നടത്തുന്നത്, മറിച്ച് തന്റെ പ്രാർത്ഥന വളരെ ഹ്രസ്വമാണ്. തന്റെ പ്രാർത്ഥന ദൈർഘ്യം കുറഞ്ഞ പ്രാർത്ഥനയാണ്. പക്ഷേ ആ പ്രാർത്ഥനയുടെ നടുവിൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി. പ്രിയരെ, ആമേൻ. ഏലിയാവിന്റെ പ്രാർത്ഥന എന്താണ്? അതിന്റെ 18-ാമത്തെ അധ്യായം 36-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെയും ദൈവമായ യഹോവേ, ഹല്ലേലൂയ. ഇസ്രായേലിൽ നീ ദൈവമെന്ന്, ആമേൻ, ഞാൻ നിന്റെ ദാസൻ എന്ന്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ കൽപ്പന പ്രകാരം ചെയ്തു എന്ന് ഇന്ന് വെളിപ്പെട്ടു വരട്ടെ. ആമേൻ. തന്റെ മുൻപിൽ ഇനിയും ജീവനുള്ള സത്യദൈവത്തെ വെളിപ്പെടുത്തുവാൻ തന്റെ ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും അവസാന അവസരമാണിത്. കർമ്മേൽ എന്ന് പറയുന്ന മലയിൽ ദൈവത്തിന്റെ പ്രവാചകനായ ഏലിയാവ് ജീവനുള്ള സത്യദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഒരു വലിയ സൈന്യത്തോട് താന് മത്സരിക്കുകയാണ്. ബാലിന്റെ പ്രവാചകന്മാരവിടെയുണ്ട്, അശേരായുടെ പ്രവാചകന്മാരവിടെയുണ്ട്. രാജാവിന്റെ പിൻബലം ഏലിയാവിനല്ല അവിടെ ഉള്ളത്. രാജാവിന്റെ പിൻബലമുള്ളത്, സൈന്യത്തിന്റെ പിൻബലമുള്ളത് ബാലിന്റെയും അശേരായുടെയും പ്രവാചകന്മാർക്കാണ്. 850 പ്രവാചകന്മാർ ഒരുപക്ഷെ തണിനിൽക്കുമ്പോൾ രാജാവിന്റെ പിൻബലം ഈ 850 പ്രവാചകന്മാർക്കുള്ളപ്പോൾ ദൈവത്തിന്റെ പ്രവാചകനായി ഒരുവൻ മാത്രം ആ കർമ്മേലിൽ നിന്നുകൊണ്ട് അന്ധകാര ശക്തിയെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് ജീവനുള്ള ദൈവത്തോടാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് അബ്രഹാമിന്റെ ദൈവത്തോടാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇസഹാക്കിന്റെ ദൈവത്തോടാണ്. ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോടാണ്. ഏലിയാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കണ്ടോ? യഹോവേ, ഇസ്രായേലിൽ നീ ദൈവമെന്ന് വെളിപ്പെടണം. കർമ്മേലിൽ ഒരു ഏലിയാവുണ്ടെന്ന് വെളിപ്പെടുത്തുകയല്ല. കർമ്മേൽ എന്ന് പറയുന്ന മലയിൽ അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ഏലിയാവിനെ വെളിപ്പെടുത്തുകയല്ല തന്റെ ലക്ഷ്യം. കർമ്മേൽ മലയിൽ ജീവനുള്ള സത്യദൈവത്തെ വെളിപ്പെടുത്തുക എന്നുള്ളതാണ് തന്റെ വിഷയം എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ പറയുകയാണ്, ഞാൻ നിന്റെ ദാസനാണെന്ന്. ഈ കാര്യങ്ങളൊക്കെ എന്റെ ഇഷ്ടപ്രകാരം ചെയ്തെന്നല്ല. ഞാൻ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ എന്റെ ഇഷ്ടപ്രകാരമോ എന്റെ ബുദ്ധിക്കനുസരിച്ചോ എന്റെ താല്പര്യത്തിനനുസരിച്ചോ ചെയ്തെന്നല്ല, മറിച്ച് ഇതൊക്കെ ചെയ്തത് ദൈവത്തിന്റെ ആലോചന പ്രകാരമാണ്, ദൈവിക പദ്ധതിക്കനുസരിച്ചാണ്. ദൈവത്തിന്റെ ആലോചനയ്ക്കനുസരിച്ച് ചെയ്തതുകൊണ്ട് ദൈവമേ, എന്റെ മുന്നിൽ ഇനിയും ഒരു വെളിപ്പെടുത്താൻ ഒരു അവസരമില്ല. ഈ പ്രാർത്ഥനയിൽ ഞാൻ പരാജയപ്പെട്ടാൽ, ഈ പ്രാർത്ഥനയിൽ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയില്ലെങ്കിൽ ഏലിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ അവിടെ ഇല്ലാതെയാവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഭക്തൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങുകയാണ്. എത്ര പേർക്ക് ഇന്ന് പകൽക്കാലം ദൈവത്തെ സ്തുതിക്കാനായിട്ട് കഴിയും? ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ദൈവത്തിന്റെ മക്കളെ, എത്ര പേർക്ക് ഇന്ന് പകൽ കർത്താവിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയും?
ഇന്ന് രാത്രി നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഇന്ന് പകൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ, ഒരുപക്ഷെ കേരളത്തിനും കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തും പലയിടങ്ങളിൽ ഒരുപക്ഷെ നിന്നുകൊണ്ട് ഈ ദൈവവചനം ശ്രദ്ധിക്കുന്നവരുണ്ടാകാം. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന് അത്ഭുതം ചെയ്യാൻ അധികാരമുള്ളവനാണെന്ന് എത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? തീ ഇറക്കേണ്ട വിഷയമാണെങ്കിൽ ദൈവം തീ ഇറക്കും. ദൂതനെ ഇറക്കേണ്ട വിഷയമാണെങ്കിൽ ദൈവം ദൂതനെ ഇറക്കും. എങ്ങനെയാണോ നിന്നെ വിടുവിക്കാൻ ദൈവത്തിന് പദ്ധതിയുള്ളത്, നാം ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്ന്, നാം ആയിരിക്കുന്ന പശ്ചാത്തലത്തിൽ നിന്ന്, നാം അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളിൽ നിന്ന്, ദൈവത്തിന് നിന്നെ എങ്ങനെയാണോ വിടുവിക്കാൻ പദ്ധതിയുള്ളത്, ആ നിലയിൽ നിന്നെ വിടുവിക്കാൻ എന്റെ ദൈവം മതിയായവനായ ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം. സമയത്തിന്റെ ചുരുക്കത്തിൽ ഞാൻ എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടന്നു വരികയാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, BC 875 മുതൽ 848 വരെയുള്ള കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിച്ച കർമ്മധീരനായ ഒരു പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ എന്ന് പറയും. നമുക്ക് ഇതിന്റെ ചരിത്രങ്ങളൊക്കെ നന്നായിട്ട് അറിവുള്ളവരാണ്. ദൈവവചനത്തെ കുറിച്ച് ആഴമേറിയ അറിവുള്ളവരാണ് എന്നെ കേൾക്കുന്നതെന്നുള്ള ബോധം എനിക്കുണ്ട്, ആ ചിന്തയുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. BC 930 ശലോമോൻ എന്ന് പറയുന്ന രാജാവിന്റെ നിര്യാണത്തെ തുടർന്നുകൊണ്ട് യഹൂദന്മാരുടെ ഹല്ലേലൂയ യഹൂദന്മാരെ 2 ഗോത്രങ്ങൾ അടങ്ങിയ യഹൂദയായും അതുപോലെ തന്നെ 10 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേലായും രണ്ടായിട്ട് മാറുവാനായിട്ടിടയായി തീർന്നു. നമുക്കറിയാം, ശലോമോന്റെ മകനായ രഹബയാമാണ് യഹൂദയുടെ രാജാവായിട്ട് മാറുവാനായിട്ടിടയായി തീർന്നത്. നെബാത്ത് എന്ന് പറയുന്ന രാജാവിന്റെ മകനായ യെരോബെയാമാണ് ഇസ്രായേലിന്റെ രാജാവായിട്ട് മാറിയത്. യഹൂദ രാജാക്കന്മാരായ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ യഹൂദയുടെ രാജാക്കന്മാരായ ആസയും യഹോശാഫാത്തും ഹിസ്കിയാവും ഒക്കെ ദൈവത്തെ പ്രസാദിപ്പിച്ചവരായിരുന്നു. ദൈവ വഴികളിൽ അവർ ജീവിച്ചവരായിരുന്നു. എന്നാൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജാവായ ആഹാബ് തനിക്ക് മുമ്പുണ്ടായിരുന്ന എല്ലാവരെക്കാളും അധികം യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്യുവാനായിട്ടിടയായി തീർന്നു. ദൈവത്തിന് ഹിതകരമല്ലാത്ത കാര്യങ്ങൾ ഈ ആഹാബ് ചെയ്യുവാനിടയായി. അവൻ സീദോന്യ രാജാവായിരുന്ന യത്ബാലിന്റെ മകളായ ഇസബേലിനെ താൻ ഭാര്യയായി സ്വീകരിപ്പാനായിട്ടിടയായി തീർന്നു. അവളുടെ പ്രേരണ മൂലമാണ് ആഹാബ് ബാലിനെ ചെന്ന് ബാലിനെ ചെന്ന് നമസ്കരിക്കുന്നത്. ബാലിന് വേണ്ടി ക്ഷേത്രം പണി കഴിപ്പിക്കുകയാണ്, ബലിപീഠങ്ങളെ ഉണ്ടാക്കുകയാണ്. അത് മാത്രമല്ല അശേര പ്രതിഷ്ഠകളെയൊക്കെ ആഹാബ് ഉണ്ടാക്കുകയാണ്. അങ്ങനെ എല്ലാ ഇസ്രായേൽ മക്കളെക്കാളും എല്ലാ ഇസ്രായേൽ രാജാക്കന്മാരെക്കാളും അധികം ദോഷമായത് പ്രവർത്തിപ്പാനായിട്ടിടയായി തീർന്നു. പ്രിയരെ, ഇസ്രായേലിന്റെ ധാർമ്മിക അധപ്പതനത്തിന്റെയും മൂല്യച്യുതിയുടെയും മധ്യത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച കർമ്മധീരനായ പ്രവാചകനാണ് ഏലിയ പ്രവാചകൻ എന്ന് പറയുന്നത്. ഞാൻ ഏലിയാവിനെ കുറിച്ച് പ്രസംഗിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് അറിയാമോ? ഏലിയാവിന്റെ പ്രാർത്ഥനയിൽ ദൈവം അത്ഭുതങ്ങളെ ചെയ്യാനിടയായി. ഈ സൂം മീറ്റിംഗിൽ എനിക്കറിയാം, നിശ്ചയമായും ഒരു വലിയ പ്രസംഗത്തിന്റെ ആവശ്യമല്ല ഇവിടെ ഉള്ളത്. പ്രാർത്ഥനയെ കുറിച്ച് ചില വാക്കുകൾ പറയുക എന്നുള്ള താല്പര്യത്തിലാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം പ്രിയപ്പെട്ടവരോട് നിരന്തരമായി ദേശത്തിന്റെ വിടുതലിന് വേണ്ടി കുടുംബങ്ങളുടെ വിടുതലിന് വേണ്ടി, വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്തോത്രം, രാജ്യങ്ങളുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടം പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥനയെ കുറിച്ച് തന്നെ പറയാനുള്ള പ്രേരണ കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ദൈവത്തിന്റെ മക്കളെ, സ്തോത്രം. ഏലിയാവ് പ്രാർത്ഥിച്ചപ്പോൾ ദൈവപ്രവർത്തി വെളിപ്പെട്ടെങ്കിൽ ഏലിയാവ് ഒറ്റ മനുഷ്യന്റെ പ്രാർത്ഥനയ്ക്ക് സ്വർഗത്തിൽ നിന്ന് തീയിറക്കാൻ കഴിഞ്ഞെങ്കിൽ സ്തോത്രം, കാരാഗ്രഹത്തിൽ പത്രോസ് എന്ന് പറയുന്ന ആ വ്യക്തിയെ വിടുവിക്കാൻ ദൈവം തന്റെ ദൂതനെ ഇറക്കിയെങ്കിൽ ഇന്ന് പകൽക്കാലം വിവിധ ടൈം സോണുകളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കാനുള്ള ശക്തിയുണ്ടെന്ന് എത്ര ദൈവമക്കൾ ഇന്ന് വിശ്വസിക്കുന്നുണ്ട്? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കാനുള്ള ശക്തിയുണ്ട് കേട്ടോ.
ആമേൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് വിസമ്മതനായ ദൈവത്തെ കൊണ്ട് സമ്മതിപ്പിക്കുന്നതല്ല, സഹായിപ്പാൻ സമ്മതമുള്ള ദൈവത്തിന്റെ ആർദ്രത ഏറ്റുവാങ്ങുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇസ്രായേൽ എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ധാർമ്മികത പതനത്തിന്റെയും മൂല്യച്യുതിയുടെയും മധ്യത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച കർമ്മധീരനായ പ്രവാചകനാണ് ഏലിയാവ് എന്ന് പറയുന്നത്. 17-ാമത്തെ അധ്യായം 1-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള വാക്യമാണ്. ഗിലെയാദിലെ തിശ്ബിയിൽ നിന്നുള്ള തിശ്ബിനായ ഏലിയാവ് ഇസ്രായേൽ എന്ന് പറയുന്ന ആമേൻ ആ രാജ്യത്തിന്റെ രാജാവായ ആഹാബിനോട് ചെന്ന് പറയുകയാണ്, ആഹാബേ, ആമേൻ, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും ആമേൻ ഉണ്ടാകയില്ല. മഴ പെയ്യാതിരിക്കേണ്ടതിന് ഏലിയാവ് പ്രാർത്ഥനയിൽ അപേക്ഷിക്കുകയാണ്. ആമേൻ. മഴ പെയ്യാതിരിക്കേണ്ടതിന് ആഹാബിനോട് ചെന്ന് ദൂത് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയല്ല, താൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ആമേൻ. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായം 17-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് അങ്ങനെയാണ്. മഴ പെയ്യാതെ ഇരിക്കേണ്ടതിന് ഏലിയാവ് പ്രാർത്ഥനയിൽ ആമേൻ അപേക്ഷ നൽകുക, ആമേൻ അപേക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. നമുക്കറിയാം 3 സംവത്സരവും 6 മാസവും ആമേൻ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്ത് മഴ പെയ്യാതിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ ജനം വളരെയധികം കഷ്ടപ്പെടുവാനായിട്ടിടയായി. ക്ഷാമം ആ ദേശത്ത് ഉണ്ടാകുവാനായിട്ട് തുടങ്ങി. വരൾച്ച ആ ദേശത്ത് കഠിനപ്പെടുവാനായിട്ടിടയായി. എന്നാൽ ഈ കാലയളവുകളിൽ ആമേൻ ദൈവം ഏലിയാവിന് വേണ്ടി ആമേൻ ഒരു ആമേൻ കരുതലിനെ ദൈവം ഒരുക്കുകയാണ്. ആമേൻ. ദൈവം ഏലിയാവിന് വേണ്ടി കെരീത്ത് തോട് ആമേൻ ഒരുക്കുവാനായിട്ടിടയായി. ആമേൻ. കെരീത്ത് തോട് വറ്റുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ സാരെഫാത്തിലെ വിധവയിലൂടെ ആമേൻ ഏലിയാവിന് വേണ്ടി ദൈവം അത്ഭുതം ചെയ്യുകയാണ്. ഞാൻ ഈ പകലിൽ ദൈവമക്കളോടൊരു ദൂത് പറയാം. ഏത് പ്രതികൂല സാഹചര്യങ്ങളിലും ദൈവം തന്റെ ജനത്തിനു വേണ്ടി കരുതുന്നവനാണ്. എത്ര ദൈവമക്കൾക്ക് ഇന്ന് പകലിൽ ആമേൻ അധരങ്ങൾ തുറന്നു സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും? ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളിലും ദൈവം തന്റെ ജനത്തിനു വേണ്ടി കരുതുന്നവനാണ്. ആമേൻ. ഈ കാലയളവുകളിൽ ഏലിയാവ് പ്രാർത്ഥനയിൽ സമയം ചെലവഴിക്കുകയാണ്. അങ്ങനെ ദൈവത്തിൽ നിന്ന് അരുളപ്പാട് ലഭിച്ച് ഏലിയാവ് ദൈവ ശബ്ദം കേൾക്കുകയാണ്. ആമേൻ. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ദൈവത്തോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവൻ, ആമേൻ ദൈവത്തോട് ആലോചന ചോദിക്കുന്നവൻ, ആമേൻ ദൈവ ശബ്ദം കേൾക്കുവാനിടയാകും. ആമേൻ ദൈവത്തിന്റെ ആലോചന പ്രാപിപ്പാനായിട്ടിടയാകും. ഇന്ന് പകൽക്കാലം ആമേൻ ഈ സൂം മീറ്റിംഗിൽ ആ ദൈവ ശബ്ദം കാതുകളിൽ മുഴങ്ങുന്ന എത്ര പേരുണ്ട്? നിശ്ചയമായും ആമേൻ ദൈവത്തിന് നമ്മോട് സംസാരിക്കാനുണ്ട്, ദൈവത്തിന് നമ്മോട് ഇടപെടുവാനുണ്ട്. ആമേൻ. ആ ഏലിയാവ് ദൈവ ശബ്ദം കേട്ടപ്പോൾ ഏലിയാവിനോട് ദൈവം പറയുകയാണ്, ഏലിയാവേ, നീ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നത് അവസാനിപ്പിക്ക്. ആമേൻ. ഇനിയും ആമേൻ നീ നിന്നെ തന്നെ ഒന്ന് വെളിപ്പെടുത്ത്. ആമേൻ. എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതല്ല, ആമേൻ ദൈവസന്നിധം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. ആമേൻ. എന്നാൽ ഏലിയാവിനോട് പറയുന്നു, നീ നാളുകളായി ആമേൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ആമേൻ. എന്നാൽ നീ നിന്നെ തന്നെ വെളിപ്പെടുത്തേണ്ട സമയമായി. ഹല്ലേലൂയ. ആമേൻ. അങ്ങനെ പ്രാർത്ഥനയോടുകൂടെ ആമേൻ ആഹാബിനെ ആമേൻ ചെന്ന് ഏലിയാവ് കാണുകയാണ്. ആമേൻ. ഏലിയാവിനെ ചെന്ന ആഹാബ് ആമേൻ ഏലിയാവ് ആഹാബിനെ ചെന്ന് കാണുമ്പോൾ ആമേൻ ആഹാബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് കേട്ടോ. ഏലിയാവിനോട് ആഹാബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആമേൻ. രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. 18 ആമേൻ അതിന്റെ 19-ാമത്തെ വാക്യമാണ്. ഏലിയാവിനോട് ചോദിക്കുകയാണ്. ആമേൻ. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട്, ഞാൻ ആ വാക്യം ഇങ്ങനെ വായിക്കാം. ആഹാബ് ഏലിയാവെ കണ്ടപ്പോൾ അവനോട് പറയുകയാണ്, ആർ ഇത്? ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നവനോ എന്ന് ചോദിക്കുകയാണ്. അതിന് ഏലിയാവ് പറയുന്ന ഒരു മറുപടി ഉണ്ട്. ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്നത് ഞാനല്ല, നീയും നിന്റെ പിതൃഭവനവുമാണ്. ആമേൻ. നിങ്ങൾ യഹോവയുടെ കൽപ്പനകൾ ഉപേക്ഷിച്ചത് കൊണ്ട്, നീ ബാൽ എന്ന് പറയുന്ന വിഗ്രഹങ്ങളെ ചെന്ന് സേവിച്ചത് കൊണ്ട്, ആമേൻ സ്തോത്രം, അതെ ആമേൻ, അതുകൊണ്ടാണ് ഇസ്രായേൽ ഈ കഷ്ടത അനുഭവിക്കുന്നതെന്ന് താൻ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്നത് മുഖം നോക്കാതെ, ദൈവാലോചനയൊട്ടും മറച്ചു വെക്കാതെ അറിയിക്കുന്നവനാണ് ദൈവത്തിന്റെ പ്രവാചകൻ എന്ന് പറയുന്നത്. രാജ്യത്തിന്റെ അധിപന്മാരോട്, ആമേൻ പ്രഭുക്കന്മാരോട് ദൈവാലോചന ആമേൻ അറിയിക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് കേട്ടോ. ദൈവത്തിന് സ്തോത്രം. ആമേൻ. കർമ്മേൽ പർവ്വതത്തെ കുറിച്ച് ആമേൻ ചരിത്രത്തിലൊക്കെ ഞാൻ പഠിച്ചിട്ടുള്ള
ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ചരിത്രം പഠിച്ചത് ഇങ്ങനെയാണ്. കർമ്മേൽ എന്ന് പറയുന്ന പർവ്വതം എന്ന് പറയുന്നത് പാലസ്തീന്റെ പശ്ചിമ തീരത്ത് മെഡിറ്ററേനിയൻ കടലിലേക്ക് തള്ളിക്കിടക്കുന്ന ഒരു പ്രധാന പർവ്വതമാണ് കർമ്മേൽ പർവ്വതം എന്ന് പറയുന്നത്. ആ പർവ്വതത്തിന് 1800 അടി ഉയരമുണ്ട്, 15 മൈൽ നീളമുണ്ട്. ആമേൻ. മെഡിറ്ററേനിയൻ കടലിന് സമാന്തരമായി കിടക്കുന്ന ഈ പർവ്വതം വളരെ ഫലപുഷ്ടമായ ഒരു പർവ്വതമാണ്. ആമേൻ. ഈ പർവ്വതത്തിലാണ് ഏലിയ ഒരു ആത്മീയ പോരിന് ആമേൻ തയ്യാറാകുന്നത്. യഹോവയുടെ നാമത്തിലുള്ള ആരാധനയ്ക്ക് പകരം ബാലിന്റെ ആരാധന സാർവത്രികമായി തീർന്ന സാഹചര്യത്തിൽ ആമേൻ ഏലിയാവിന് ഏറ്റുമുട്ടേണ്ടത് ബാലിന്റെ ശക്തിയോടാണ്. ഏലിയാവിന് ഏറ്റുമുട്ടേണ്ടത്. ദൈവത്തിന് സ്തോത്രം. ആമേൻ. രാജാവിന്റെ പിൻബലം ഏലിയാവിനില്ല കേട്ടോ. ഞാൻ ചില മിനിറ്റുകൾക്ക് മുമ്പ് ഞാൻ ഓർപ്പിക്കാനായിട്ടിടയായി. രാജാവിന്റെ പിൻബലം, രാജാവിന്റെ സപ്പോർട്ട് ഏലിയാവിനല്ല. രാജാവിന്റെ പിൻബലമുള്ളത് ആമേൻ ബാലിന്റെ പ്രവാചകന്മാർക്കാണ്. രാജാവിന്റെ പിൻബലമുള്ളത് അശേരായുടെ പ്രവാചകന്മാർക്കാണ്. ദൈവത്തിന് സ്തോത്രമെന്നാൽ ദൈവത്തിന്റെ സഹിത്വമുള്ള ഏലിയാവിന് ഈ വെല്ലുവിളി വിഷയമല്ല. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് സന്തോഷത്തോടെ ഈ പകൽക്കാലം ദൈവത്തിന് സ്തോത്രം ചെയ്യാനായിട്ട് കഴിയും? ഹല്ലേലൂയ. 27-ാമത്തെ സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. 27-ാം സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുകയാ, ഒരു സൈന്യം എന്റെ നേരെ പാളയമിറങ്ങിയാലും എന്റെ ഹൃദയം ഭയപ്പെടുകയില്ല. എനിക്ക് യുദ്ധം നേരിട്ടാലും ഞാൻ നിർഭയമായിരിക്കുമെന്ന്. ആമേൻ. സ്തോത്രം. ദൈവമക്കളെ, പ്രാർത്ഥിക്കുന്ന നിനക്കെതിരെ ഒരു സൈന്യം മുഴുവൻ അണിനിരന്നാലും ആമേൻ നിന്നെ തൊടാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. 3-ാമത്തെ സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ആമേൻ ഇങ്ങനെ പറയുകയാണ്, യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുകയാണ്, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെ കുറിച്ച് പലരും പറയുന്നു. എന്നാൽ ആമേൻ ഞാൻ നിന്നോട് പറയുന്നത്, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയാണ്, എന്റെ മഹത്വമാണ്, എന്റെ തല ഉയർത്തുന്നവനാണ്. ആമേൻ. വൈരികൾ എത്ര പെരുകിയാലും ആമേൻ ദൈവത്തിങ്കിൽ അവന് രക്ഷയില്ലെന്ന് നിന്നെ കുറിച്ച് പലരും പറയട്ടെ. പക്ഷേ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവിന് നിന്നെ നോക്കി പറയാനൊരു ദൂതുണ്ട്. ആമേൻ. നിനക്ക് ചുറ്റും പരിചയമായി, നിന്റെ മഹത്വമായി, നിന്റെ തല ഉയർത്തുന്നതായി എന്റെ ദൈവം നിന്നോട് കൂടെയുണ്ട്. 68-ാം സങ്കീർത്തനം 1-ാമത്തെ വാക്യത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ആമേൻ സംസാരിക്കുന്ന ഒരു വചനമുണ്ട്. ദൈവം പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമാണ്. ദൈവം എഴുന്നേൽക്കുമ്പോൾ അവന്റെ ശത്രുക്കൾ ചിതറിപ്പോകുമെന്നാണ്. ആമേൻ. പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി, ആരാധിക്കുന്ന നിനക്ക് വേണ്ടി, ഉപവസിക്കുന്ന ദൈവജനത്തിന് വേണ്ടി, ഇടിവിൽ നിൽക്കുന്ന ദൈവമക്കൾക്ക് വേണ്ടി എഴുന്നേറ്റ് ആമേൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന്റെ സഹിത്വമുള്ള ഏലിയാവിന് ഈ വെല്ലുവിളി ഒരു വിഷയമല്ല. പ്രാർത്ഥിക്കുന്ന ഏലിയാവ് അതിനുള്ള ശക്തി ആർജിച്ചിട്ടുണ്ട്. വചനം പറയുന്ന ഒരു ഭാഗം ഇങ്ങനെയാണ്, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കുമെന്നാണ്. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഉയരുമെന്നാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. പ്രിയപ്പെട്ടവരെ, ആമേൻ. സ്തോത്രം. ദൈവമക്കൾ അങ്ങനെയാണെങ്കിൽ ദൈവസന്നിധിയിൽ കാത്തിരുന്ന് ഈ നാളുകളിൽ ശക്തി പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ആമേൻ. ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. ഇന്ന് പകലെത്ര ദൈവമക്കൾ വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. സ്തോത്രം. വിവിധ ആമേൻ ടൈം സോണുകളിൽ ഇരുന്ന ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ആത്മാവിൽ ഒരു ദൂത് വിളിച്ചു പറയാം. നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കാനുള്ള ശക്തിയുണ്ട്. സ്വർഗത്തെ ചലിപ്പിക്കുന്ന ശക്തിയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ശീലമല്ല നമുക്ക് ആവശ്യമായിരിക്കുന്നത്, പ്രാർത്ഥനയുടെ ആത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് പ്രധാനമാണ്. ആമേൻ. ഒരു മനുഷ്യനെ ദൈവം പണിയാൻ തുടങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയാമോ? അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ആരംഭിക്കുമ്പോഴാണ്. പ്രാർത്ഥിക്കുന്ന നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ സ്തുതിച്ചാട്ടെ.
പ്രാർത്ഥിക്കുന്ന നിനക്ക് വിരോധമായി, പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബത്തിന് വിരോധമായി, പ്രാർത്ഥിക്കുന്ന നിന്റെ തലമുറയ്ക്ക് വിരോധമായി, പ്രാർത്ഥിക്കുന്ന ആമേൻ നിന്റെ ആമേൻ ഹാലിൽ ചുറ്റിലുമുള്ളവർക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലിക്കയില്ല കേട്ടോ. ആമേൻ. വചനം പറയുന്നു, നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, മറിച്ച് ആരോടാണ് നമുക്ക് പോരാട്ടമുള്ളത്? വാഴ്ചകളോട്, അധികാരങ്ങളോട്, ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോട്, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടാണ് നമുക്ക് പോരാട്ടമുള്ളത്. അങ്ങനെയാണെങ്കിൽ എന്റെ പോരിന്റെ ആയുധങ്ങൾ എന്തല്ലെന്നറിയാമോ? ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ തക്ക ശക്തിയുള്ളവയാണ്. ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചകളെയും ദൈവാത്മാവിനാൽ ജയിച്ചടക്കാൻ അഭിഷേകം പ്രാപിച്ച ദൈവമക്കളെ ഓർത്ത് ഞാൻ എന്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. സ്തോത്രം. അസാധ്യമെന്ന് തോന്നുന്നത് ആമേൻ ദൈവത്തിന്റെ പൈതലേ, പ്രാർത്ഥിക്കുന്ന നിനക്ക് സാധ്യമാണ് കേട്ടോ. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഈ ദൈവവചന ഭാഗം നമ്മൾ വായിക്കുമ്പോൾ എലിയാവിന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? എലിയാവിന്റെ പ്രാർത്ഥനയുടെ ലക്ഷ്യം നമുക്കറിയാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവത്തെ ആമേൻ വെളിവാക്കുക എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ബാല മറുപടി നൽകാതിരുന്നത്? ഏലിയാവിന്റെ പ്രാർത്ഥനയിലൂടെ അന്യാരാധനയുടെ ശക്തിയെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ ബന്ധിക്കുവാനായിട്ടിടയായി തീർന്നു. എതിരാളികളുടെ ബലം കെടുത്തുന്ന അഭിഷേകം ആമേൻ ഈ ദിവസങ്ങളിൽ നാം പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. എതിരാളികൾ നിസ്സാരക്കാരല്ല. ആമേൻ. ശത്രുക്കൾ, ആമേൻ, എതിരാളികൾ നിസ്സാരമാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. എതിരാളിയുടെ ബലം കെടുത്തുന്ന ആമേൻ അഭിഷേകത്തിന്റെ ശക്തി ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ പ്രാപിക്കേണ്ടതായിട്ടുണ്ട്. ഈ നാളുകളിൽ ദൈവജനം ഇരുന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ അന്ധകാര ശക്തികൾ ബന്ധിക്കപ്പെടുവാനിടയാകും. ദൈവപ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാനായിട്ടിടയാകും. പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന ആമേൻ അന്ധകാര ശക്തികൾ, എതിരിന്റെ വ്യാപാരങ്ങൾ, ദേശത്തെ അടക്കി വാഴുന്ന പൈശാചിക കോട്ടകളെ ആമേൻ അഴിക്കുവാൻ ഇന്ന് പകലിൽ പ്രാർത്ഥനയിലൂടെ മാത്രമേ സാധ്യമാകുകയുള്ളൂ കേട്ടോ. ദൈവത്തിന് സ്തോത്രം. യേശു പറയുന്നൊരു ഭാഗമുണ്ട്, മത്തായി സുവിശേഷം 18-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ ആമേൻ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ ആമേൻ അഴിഞ്ഞിരിക്കുമെന്നാണ്. ആമേൻ സ്തോത്രം. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടാനുള്ള അധികാരം പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് നൽകുകയാണ്. ആമേൻ സ്തോത്രം. എന്ന് മാത്രമല്ല, അതൊന്നും നമുക്കൊരു ദോഷം വരുത്തുകയില്ലെന്നാണ്. ആമേൻ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ആമേൻ. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ ആമേൻ ആത്മീക അധികാരം പ്രാപിക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണ് കേട്ടോ. പ്രാർത്ഥനയുടെ പോരാളികൾ തകരുന്ന ഇടത്ത് പൈശാചിക ശക്തികൾ ഉയർന്നു വരും. എന്നാൽ പ്രാർത്ഥിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവ് ദൈവിക വാഗ്ദത്തങ്ങളെ ഓർപ്പിച്ചു കൊടുക്കുവാനായിട്ടിടയാകും. ഹല്ലേലൂയ. ആമേൻ. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ വരട്ടെ. നമ്മുടെ ദൈവം ആരാണ്? തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണ്. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആമേൻ സ്തോത്രം. ഈ ദൈവവചനം വായിക്കുമ്പോൾ ഏലിയാവ് വെറുതെ അങ്ങ് പ്രാർത്ഥിക്കുകയല്ല. ആമേൻ. താൻ പ്രാർത്ഥനയ്ക്ക് മുമ്പായി ഒരു മുന്നൊരുക്കം നടത്തുകയാണ്. പ്രാർത്ഥനയ്ക്ക് മുമ്പായി ആമേൻ താൻ ചിലത് ക്രമീകരിക്കുകയാണ്. ഇടിഞ്ഞു കിടന്ന ചിലത്, തകർന്ന ചിലത്, ആമേൻ സ്തോത്രം, ആർക്കും മെരുങ്ങാതെ കിടന്നതിനെ ഒക്കെ ആമേൻ കെട്ടി പണിതിട്ടാണ് ആമേൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ആമേൻ. യാഗപീഠത്തിലാണ് യാഗവസ്തുവിനെ വെക്കേണ്ടത്. ഈ 18-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ ഭാഗത്തെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യാഗപീഠത്തിന്മേലാണ് തീ ഇറങ്ങേണ്ടത്. ആമേൻ. യാഗപീഠം പണിയാൻ അവിടെ 12 കല്ലുകളുണ്ട്. ഓരോ കല്ലുകൾ ഓരോ ഗോത്രത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. നമുക്കറിയാവുന്ന വിഷയമാണത്. ഏലിയാവ് ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് ഇസ്രായേൽ 2ആയി വിഭജിക്കപ്പെട്ട സമയമാണ്. ഞാനത് ഈ ശുശ്രൂഷയുടെ ആരംഭ സമയത്ത് ഓർപ്പിക്കാനായിട്ടിടയായി. ഏലിയാവ് ശുശ്രൂഷ ചെയ്യുമ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം 2ആയി ആമേൻ ചിതറപ്പെട്ട് കിടക്കുകയാണ്. ആമേൻ. 2 ഗോത്രങ്ങൾ അടങ്ങിയ തെക്കേ രാജ്യം, അല്ലെങ്കിൽ യഹൂദ എന്ന് പറയുന്നത്, 10 ഗോത്രങ്ങൾ അടങ്ങിയ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം. എന്നാൽ ഏലിയാവ് ഇസ്രായേലിനെ രണ്ടായിട്ടല്ല കണ്ടത്. ഏലിയാവ് ഇസ്രായേലിനെ ഒന്നായിട്ട് കാണുവാനിടയായി. 12 കല്ലുകൾ ആമേൻ വെച്ചുകൊണ്ട് മുഴുവൻ ഇസ്രായേലിനെയും യഹോവയുടെ മുമ്പിൽ താൻ ഒരുക്കുകയാണ്.
ആത്മീക ഐക്യത തകർന്നു കിടക്കുമ്പോൾ ഒരിക്കലും അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല കേട്ടോ. ആത്മീക ഐക്യത തകർന്നു കിടക്കുമ്പോൾ ഒരിക്കലും അവിടെ തീ ഇറങ്ങുകയില്ല. ഏലിയാവ് ഭിന്നതയുടെ ഭാഗമല്ല, ഏലിയാവ് കച്ചുതിരിവിന്റെ ഭാഗമല്ല. മുഴുവൻ ഇസ്രായേലിനെയും ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്ന ശുശ്രൂഷയാണ് ഏലിയാവിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങണമെങ്കിൽ ആമേൻ ദൈവജനം ഒരുമിച്ച് കൂടി വരുവാനായിട്ടിടയായി തീരണം. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഒരു വിഷയം എന്താണെന്ന് അറിയാമോ? വാക്യം 32, 33, 34 വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ ആമേൻ ഒരു ഭാഗം കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ആമേൻ രണ്ടാമത്തെ ചിന്തയിലേക്ക് വരുന്നത് അവിടെയാണ്. ആമേൻ 1 രാജാക്കന്മാരുടെ പുസ്തകം 18-ാം അധ്യായം 32 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കല്ലുകൊണ്ട് യഹോവയുടെ നാമത്തിൽ താൻ ഒരു യാഗപീഠം പണിയുകയാണ്. ദൈവത്തിന് സ്തോത്രം. ആമേൻ താഴോട്ടുള്ള വാക്യങ്ങൾ സമയത്തിന്റെ ചുരുക്കത്തിൽ ഞാനത് വായിക്കാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. ആമേൻ അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗം എന്താണെന്ന് അറിയാമോ? പ്രതിയോഗികളുടെ യുക്തിവാദത്തെ ഖണ്ഡിക്കേണ്ടതിന് വേണ്ടി, ദൈവത്തിന്റെ പ്രവർത്തനത്തെ കുറ്റമറ്റതാക്കാൻ വേണ്ടി ആമേൻ ജനത്തിന്റെ മുമ്പാകെ ആമേൻ ദൈവ പ്രവർത്തനത്തെ കുറ്റമറ്റതാക്കി വെളിപ്പെടുത്തുവാൻ ആമേൻ ഏലിയാവ് തയ്യാറെടുക്കുകയാണ്. സാധാരണ യാഗത്തിൽ യാഗപീഠമുണ്ട്, സാധാരണ യാഗത്തിൽ വിറകുണ്ട്, സാധാരണ യാഗത്തിൽ തീയുണ്ട്, സൗരഭ്യ വാസനയുണ്ട്, യാഗമൃഗമുണ്ട്. എന്നാൽ ഇവിടെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ മറ്റെല്ലാം ഉണ്ട്, പക്ഷെ തീയില്ല. തീ ഇറങ്ങേണ്ടത് സ്വർഗത്തിൽ നിന്നാണ്. തീ ഇറങ്ങണമെങ്കിൽ വെറുതെ ഇറങ്ങത്തില്ല. ആമേൻ തീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയാൽ മാത്രമേ ഈ യാഗം ദഹിക്കപ്പെടുകയുള്ളൂ. നമ്മുടെ യുക്തിക്ക് നിരക്കുന്ന അത്ഭുതങ്ങളല്ല ദൈവം ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ ബുദ്ധിക്ക് എത്താത്ത അത്ഭുതങ്ങളാണ് ദൈവം ചെയ്യുന്നത്. ഇന്ന് പകലിൽ എത്ര ദൈവമക്കൾക്ക് വിശ്വാസമുണ്ട്? നിന്റെ യുക്തിക്കും ബുദ്ധിക്കും നിരക്കാത്ത അത്ഭുതങ്ങൾ ആമേൻ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണാത്ത നിലയിൽ ആമേൻ നിന്റെ ആമേൻ സ്തോത്രം ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ യുക്തിക്ക് അപ്പുറത്ത് അത്ഭുതങ്ങളെ ചെയ്യാൻ, നമ്മുടെ ബുദ്ധിക്ക് അപ്പുറത്ത് അത്ഭുതങ്ങളെ ചെയ്യാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. ഇന്ന് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യാൻ ദൈവം വിശ്വസ്തനാണ്. അത് വിശ്വസിക്കുന്നവർ ആ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാൻ ആമേൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിൽ, നിന്റെ തലമുറയിൽ, നിന്റെ ദേശത്ത്, നിന്റെ രാജ്യത്ത്, നീ ജോലി ചെയ്യുന്ന നിന്റെ ഓഫീസിൽ ആമേൻ നീ ആയിരിക്കുന്ന ആമേൻ പശ്ചാത്തലത്തിൽ എന്റെ ദൈവത്തിന് അത്ഭുതം ചെയ്യാനുള്ള ശക്തിയുണ്ട്. ആമേൻ ഒരുപക്ഷെ നീറുന്ന വിഷയങ്ങളുമായി, ഭാരപ്പെടുന്ന വിഷയങ്ങളുമായി ആമേൻ നീറുന്ന അനുഭവത്തോടെ ദൈവസന്നിധിയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നെങ്കിൽ, ഒരുപക്ഷെ കുടുംബത്തിൽ വേദന അനുഭവിക്കുന്ന ആമേൻ തലമുറകളെ ചൊല്ലി ഭാരം അനുഭവിക്കുന്ന ആമേൻ കുടുംബത്തിൽ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന, നിന്ദയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ആമേൻ പഴികൾ ആമേൻ കേട്ടുകൊണ്ടിരിക്കുന്ന ആമേൻ സ്തോത്രം നാം ജോലി ചെയ്യുന്നിടങ്ങളിൽ ആമേൻ വേദനകൾ അനുഭവിക്കുന്ന ആമേൻ സ്തോത്രം നാം ആയിരിക്കുന്ന അവസ്ഥകളിൽ ആമേൻ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന ഏതെങ്കിലും ഒരു വ്യക്തി എന്നെ കേൾക്കുന്നെങ്കിൽ ഇന്ന് പകലിൽ ഞാൻ ഇവിടെ ഇരുന്നു കൊണ്ട് ആമേൻ ദൈവസന്നിധിയിൽ നിന്ന് പറയട്ടെ, നിന്റെ ബുദ്ധിക്ക് നിന്റെ യുക്തിക്ക് നിരക്കാത്ത അത്ഭുതങ്ങൾ ഒരുപക്ഷെ ദൈവം നിനക്ക് വേണ്ടി ഇന്ന് പകൽ ചെയ്യുന്ന ആമേൻ ദിവസമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ആമേൻ എത്രയോ അത്ഭുതങ്ങളാണ് ദൈവം ചെയ്തിട്ടുള്ളത്. നമ്മുടെ ബുദ്ധിക്കൊന്നുമുള്ള ആമേൻ ആമേൻ അതുകൊണ്ട് ചിന്തിക്കുന്ന അത്ഭുതങ്ങളല്ല ആമേൻ ദൈവം ചെയ്യുന്നതിനൊക്കെ അപ്പുറത്ത് ദൈവപ്രവർത്തി വെളിപ്പെടുത്തുവാൻ ദൈവം മതിയായ ദൈവമാണ്. ആമേൻ 2 രാജാക്കന്മാർ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്കറിയാം, ആമേൻ യോർദാങ്കൽ മരം മുറിക്കുവാൻ പോയ പ്രവാചക ശിഷ്യന്റെ ഇരുമ്പ് കോടാലി എന്ത് ചെയ്തെന്നറിയാമോ? ഊരിയ വെള്ളത്തിലേക്ക് വീഴുകയാണ്. ആമേൻ എന്നാൽ ആമേൻ എലീശ എന്ന് പറഞ്ഞ പ്രവാചകൻ ഒരു കോല് വെട്ടി കോടാലി വീണ ഭാഗത്തിട്ടപ്പോൾ ആ ഇരുമ്പിന്റെ ആമേൻ ആ കോടാലി ആമേൻ പൊങ്ങി വരികയാണ്. പ്രിയരെ, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സകലവും സാധ്യമാണ്. ആമേൻ പാറയടിച്ചാൽ വെള്ളം പുറപ്പെടുമെന്ന് മോശ പറഞ്ഞാൽ ലോകം മുഴുവൻ മോശ വിഡ്ഢി എന്നേ വിളിക്കത്തുള്ളൂ, മണ്ടൻ എന്നേ വിളിക്കത്തുള്ളൂ. ആമേൻ പാറയടിച്ചാൽ എങ്ങനെയാണ് വെള്ളം പുറപ്പെടുന്നത്? എന്നാൽ ഞാൻ പറയാം, ആമേൻ ലോകത്തിന്റെ വിഡ്ഢിയാകാൻ ദൈവത്തിന്റെ മോശമാർ നിലനിന്നാൽ ദൈവത്തിന്റെ ജലപ്രവാഹം മരുഭൂമികളെ നീർപ്പൊയ്കകളാക്കുന്നത് നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. എത്ര ദൈവമക്കൾ ഇന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാണ്?
അടുത്തൊരു ചിന്തയിലേക്ക് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കേണ്ട സമയമാവുകയാണ്. ആമേൻ. ഇവിടെ മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് യാഗപീഠമൊക്കെ പുതുക്കി പണിതു. ആമേൻ. ആ യാഗപീഠത്തെ പുതുക്കി പണിതിട്ട് താളയെ കണ്ണം കണ്ണമാക്കി വിറകിന്റെ മീതെ വെക്കുകയാണ്. യാഗവസ്തുവിന്മേൽ തീയിറങ്ങണമെങ്കിൽ അവ നുറുക്കപ്പെടേണ്ടതായിട്ടുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ആമേൻ. നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് പ്രസാദമായിട്ടുള്ള യാഗമായി സമർപ്പിക്കുവിനെന്നാണ്. കണ്ണം കണ്ണമായി മുറിക്കുക എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല കേട്ടോ. കണ്ണം കണ്ണമായി മുറിക്കുക എന്ന് പറയുന്നത് ആമേൻ സാധാരണ ഒരു പ്രവൃത്തിയല്ല, അത് വേദനാജനകമാണ്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയട്ടെ, നമ്മുടെ സ്വയം തകർക്കപ്പെടാതെ പരിശുദ്ധാത്മാവിന്റെ തീ നമ്മിൽ ഇറങ്ങുകയില്ല കേട്ടോ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിന്റെ ആരംഭ വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്, ആമേൻ, ഫലം കായ്ക്കുന്നത് വെറുതെ ഒന്നും ഫലം കായ്ക്കത്തില്ല, ചെത്തി വെടിപ്പാക്കണം. ഹല്ലേലൂയ. നല്ല ഫലം കായ്ക്കണമെങ്കിൽ, അധികമായിട്ടുള്ള ഫലം കായ്ക്കണമെങ്കിൽ ആമേൻ ചെത്തി വെടിപ്പാക്കണം. ആമേൻ. ചെത്തി വെടിപ്പാക്കുക എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ള ഒരു പ്രക്രിയയല്ല, അത് വേദനാജനകമാണ്. എന്നാൽ ആമേൻ സ്തോത്രം. അതിനായി ആമേൻ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ കരങ്ങളെ ആമേൻ ഹല്ലേലൂയ ആമേൻ ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ പരിമേൽപ്പിക്കാൻ പ്രിയപ്പെട്ടവരെ. ആമേൻ. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു വിഷയം എന്താണെന്ന് അറിയാമോ? ഏലിയാവിന്റെ പ്രാർത്ഥന എന്ന് പറയുന്നത് ധൃതിയിൽ നടത്തപ്പെടുന്ന ഒരു പ്രവൃത്തിയല്ല. പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം നടത്തിയിട്ട് തന്റെ പ്രാർത്ഥന ഹ്രസ്വമായൊരു പ്രാർത്ഥനയാണ്. ഹല്ലേലൂയ. ഹ്രസ്വമായൊരു പ്രാർത്ഥനയാണ്. ആമേൻ. ഈ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുവാനായിട്ടിടയായി തീർന്നു. പിതാക്കന്മാരുടെ ദൈവത്തോട് ഏലിയാവ് പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന ദൈവമാണ് ആ ദൈവം എന്ന് പറയുന്നത്. ഇന്ന് രാത്രി നാം പ്രാർത്ഥിക്കുന്നത് അബ്രഹാമിന്റെ ദൈവത്തോടാണ്. ഇന്ന് ആമേൻ സ്തോത്രം ഈ പകലിൽ നാം പ്രാർത്ഥിക്കുന്നത് ഇസ്ഹാക്കിന്റെ ദൈവത്തോടാണ്. ആമേൻ. ഇന്ന് പകലിൽ നാം പ്രാർത്ഥിക്കുന്നത് ആമേൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയോടാണ്. നമ്മുടെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ഇന്ന് ആമേൻ ഈ സമയത്ത് ഞാൻ പറയട്ടെ, പ്രാർത്ഥനയുടെ മറുപടിയെ തടയുന്ന അന്ധകാര ശക്തികൾ ആമേൻ അഴിഞ്ഞു മാറട്ടെ. ദൈവജനം ആത്മനിറവിൽ പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവത്തിന്റെ കരം നമ്മെ താങ്ങി നടത്തുവാനിടയാകും. ദൈവത്തിന്റെ കരം നമുക്ക് അനുകൂലമാണെങ്കിൽ ആമേൻ പ്രതിയോഗിയുടെ കൈ നമ്മുടെ മേൽ ഭാരമായിരിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. എത്ര ദൈവമക്കൾ ഇന്ന് പകൽ സ്തോത്രം ചെയ്യാൻ ആമേൻ ഈ വചനത്തിന് ആമേൻ പറയാൻ ആമേൻ തയ്യാറാണ്. ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായിരിക്കുന്നിടത്തോളം, ദൈവത്തിന്റെ കരം നിനക്ക് പ്രതികൂലമാകാതിരിക്കുന്നിടത്തോളം, ആമേൻ ദൈവം നിനക്ക് അനുകൂലമാണെങ്കിൽ ആമേൻ ഒരു ശക്തിക്കും നിനക്കെതിരായി നിൽക്കാൻ കഴിയത്തില്ല. ആമേൻ ഒരു പ്രതിയോഗിയുടെയും കൈ ആമേൻ നിന്റെ മേൽ ഭാരമായിരിക്കാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല കേട്ടോ. ശത്രു ഒരു വഴി അടയ്ക്കുമ്പോൾ ആമേൻ സ്തോത്രം ഹല്ലേലൂയ 7 വഴിയെ തുറക്കുന്നവനാണ് എന്റെ ദൈവം. എത്ര ദൈവമക്കൾ ഇന്ന് പകൽ സ്തോത്രം ചെയ്യാൻ തയ്യാറാണ്? ശത്രു ഒരു വഴിയെ കയറി വരുമ്പോൾ ദൈവത്തിന്റെ കരം ശത്രുവിനെ 7 വഴിയിലൂടെ ഓടിക്കുന്ന ദൈവമാണ്. പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതൽ, നിന്റെ ജീവിതത്തിൽ ഇന്ന് വിടുതൽ കാണും. നിന്റെ ജീവിതത്തിൽ ഇന്ന് അത്ഭുതങ്ങൾ സംഭവിക്കും. ദൈവ മഹത്വം ഇന്ന് പകൽ വെളിപ്പെടും. വചനം പറയുകയാണ്, ഏലിയാവ് നമുക്ക് സമസ്വഭാവമുള്ള മനുഷ്യൻ എന്നാണ്. ഏലിയാവിന്റെ ശുശ്രൂഷ നമുക്ക് ഓരോരുത്തർക്കും ഏറ്റെടുക്കേണ്ടതായിട്ടുണ്ട്. ദൈവനാമ മഹത്വത്തിന് വേണ്ടി ആമേൻ നാം പ്രാർത്ഥനയോടെ ആമേൻ നാം മുന്നേറേണ്ടതായിട്ടുണ്ട്. ഇന്ന് പകലിനെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാ, ആമേൻ ഒരു ദൈവിക വിടുതൽ ആമേൻ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ നൽകുകയാണ്. ഒരു ദൈവ പ്രവൃത്തിയുടെ അനുഭവത്തെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കുകയാണ്. ഹല്ലേലൂയ. അത്ര ദൈവമക്കൾ കർത്താവിന്റെ നാമത്തിന് ഇന്ന് പകൽ സ്തോത്രം ചെയ്ത് ദൈവത്തിന്റെ നാമത്തെ മഹത്വപ്പെടുത്തും. ഹല്ലേലൂയ. ആമേൻ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ഒന്ന് അടയ്ക്കാനായിട്ട് കഴിയുമോ? എല്ലാവരും ദൈവസന്നിധിയിൽ കണ്ണുകളെ അടച്ച് ചില മിനിറ്റുകൾ എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? വെറുതെ ഒരു ആമേൻ സമയം പോകാൻ വേണ്ടിയിട്ട് ആമേൻ ഇവിടെ വചനം സംസാരിച്ചതല്ല. ആമേൻ സമയം പോകാൻ വേണ്ടിയിട്ട് ആമേൻ ഇവിടെ ദൈവവചന ശുശ്രൂഷ നടത്തിയതല്ല. ആമേൻ സ്തോത്രം. ഇന്ന് പകലിൽ ഈ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കാൻ ആമേൻ എന്നോട് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്, ഒരു ദൈവ പ്രവർത്തി നിന്റെ ജീവിതത്തിൽ ആമേൻ ദൈവം വെളിപ്പെടുത്തുവാൻ ഇടയാകും. ആമേൻ. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഉപവസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ദൈവസ്ഥയിൽ ഇടപെടുന്ന ദൈവത്തിന്റെ ജനമേ, നീ ഏത് വിഷയത്തിലാണ് തകർന്നിരിക്കുന്നത്? ആമേൻ. നീ രോഗത്താൽ ഭാരപ്പെടുന്നെങ്കിൽ, സാമ്പത്തിക വിഷയത്തിൽ നീ പ്രയാസം അനുഭവിക്കുന്നെങ്കിൽ, കുടുംബത്തെ കുറിച്ച് ഓർത്ത വേദന അനുഭവിക്കുന്നെങ്കിൽ, മക്കളെ കുറിച്ച്
ഓർത്ത് വേദന അനുഭവിക്കുന്നെങ്കിൽ, നിന്റെ ഏത് തകർന്ന വിഷയമാണെങ്കിലും വിടുതൽ തരുവാൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. ഞാൻ വിശ്വസിക്കുകയാണ്. ഈ വചനം കേട്ട് കഴിയുമ്പോൾ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേദനിക്കുന്ന ചിലരുടെ വേദനകളെ ദൈവം എടുത്തു മാറ്റുകയാണ്. ആമേൻ. വേദനിക്കുന്ന ചിലരുടെ ഭാരങ്ങളെ ദൈവം എടുത്തു മാറ്റുകയാണ്. ആമേൻ. ചില കഷ്ടങ്ങൾ ആമേൻ ഇന്ന് പകലിൽ അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ചില മാറാ രോഗങ്ങൾ ആമേൻ ഇന്ന് പകലിൽ അത് സൗഖ്യമാകുകയാണ്. ആമേൻ. ചില ബന്ധനങ്ങൾ ഇന്ന് പകൽ അത് അഴിഞ്ഞു തുടങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. ദൈവത്തിന്റെ നാമം ഇന്ന് പകൽ മഹിമപ്പെടുന്ന ആമേൻ ഒരു പകലാണിത്. അല്ലെങ്കിൽ നിന്റെ രോഗത്തിന്റെ കാഠിന്യം ആമേൻ യേശുവിന് വിഷയമല്ല കേട്ടോ. ഒരുപക്ഷെ വിവിധ വിഷയങ്ങളിൽ ആമേൻ സ്വാഭാവികമായിട്ടും പല വിഷയങ്ങളിൽ ഭാരപ്പെടുന്നവരാണ് ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും. ആമേൻ. ഒരു കാര്യം ഞാൻ പറയാം, ആമേൻ, ഏത് വിഷയത്തിലാണ് ഭാരപ്പെടുന്നത്, ഏത് വിഷയത്തിലാണ് ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഏത് വിഷയത്തിലാണ് നീ തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്നത്, നിന്റെ വിഷയത്തിന് മേൽ അത്ഭുതം ചെയ്യാൻ എന്റെ ദൈവം ശക്തനായ ദൈവമാണ്. ആമേൻ. ദൈവസന്നിധിയിൽ സൂം മീറ്റിംഗിലാണ്. ഒരുപക്ഷെ നമ്മുടെ മുഖം ആമേൻ പലരും കാണുന്നില്ലായിരിക്കാം. ആമേൻ. നമ്മളെ സൂമിലൂടെ ആമേൻ ഈ ശബ്ദം മാത്രമേ കേൾക്കുന്നുള്ളായിരിക്കാം. ആമേൻ. എന്നാൽ ഇന്ന് പകലിൽ ആയിരിക്കുന്നിടത്ത് ആമേൻ കരങ്ങളെ അടിച്ചോ, വായകളെ തുറന്നോ, അതരങ്ങൾ തുറന്നോ, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ദൈവമക്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ. അധരം തുറന്ന് പ്രാർത്ഥിക്കാൻ, ആത്മാവിൽ പ്രാർത്ഥിക്കാൻ, ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ ആമേൻ കഴിയുന്ന ദൈവമക്കൾ ചേർന്ന് ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. നിന്റെ രോഗത്തിന്റെ കാഠിന്യം യേശുവിന് വിഷയമല്ല. നിന്റെ രോഗത്തിന്റെ കാലദൈർഘ്യം യേശുവിന് വിഷയമല്ല. ആവശ്യത്തോടെ നീ യേശുവിനെ തൊട്ടാൽ, അല്ല, യേശു നിന്നെ തൊട്ടാൽ വിടുതലാണ്. യേശുവിന്റെ അടുക്കൽ വന്നാലും, യേശു നിന്റെ അടുക്കൽ വന്നാലും നിങ്ങളുടെ ശരീരത്തിൽ ജീവിതം പ്രാപിക്കാൻ കഴിയാതെ, അനുഭവിക്കാൻ കഴിയാതെ, ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, നിന്റെ കഷ്ടത്തിലേക്ക് തള്ളിവിടുന്ന, നിന്റെ കുടുംബത്തിൽ ഉയർച്ച പ്രാപിക്കാൻ കഴിയാതെ, താഴ്ചയിലേക്ക് നിന്നെ നയിക്കുന്ന, നിന്റെ തലമുറകളിൽ അഭിവൃദ്ധി അനുഭവിക്കാൻ കഴിയാതെ, കൂടുതൽ തകർച്ചയിലേക്ക്, നിരാശയിലേക്ക് തലമുറകളെ നയിക്കുന്ന പൈശാചിക ശക്തികൾ ഇന്ന് പകൽ അടിഞ്ഞു മാറുകയാണ്. നിന്റെ ശരീരത്തിൽ വിടുതൽ പ്രാപിക്കട്ടെ. നിന്റെ തലമുറകളിൽ നീ നന്മ ദർശിക്കും. നിന്റെ കുടുംബത്തിൽ നീ ഉയർച്ച പ്രാപിക്കും. എത്ര ദൈവമക്കൾ ഈ ദൈവം തന്ന അധികാരത്തിൽ, ദൈവം തന്ന അഭിഷേകത്തിൽ, അന്യാരാധനയുടെ ശക്തി ഇന്ന് പകലിൽ ആമേൻ ഈ സമയത്ത് ദൈവമക്കൾ ചേർന്ന് പ്രാർത്ഥിച്ച് ആമേൻ അന്യാരാധനയുടെ ശക്തികളെ അഴിക്കണം കേട്ടോ. എതിരാളികളുടെ ബലങ്ങളുടെ അഭിഷേകം ഇന്ന് പകലിൽ നാം പ്രാപിക്കണം. ദൈവമക്കളെ, ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മെ സമ്പൂർണമായി സമർപ്പിക്കുക. ഞാൻ സംസാരിച്ച വചനം എന്ന് പറയുന്നത് ഏലിയാവിനെ കുറിച്ചല്ലേ. ഏലിയാവിന്റെ ജീവിതത്തിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുകയാണ്. ആമേൻ. ഒരു നിമിഷം കണ്ണുകൾ അടച്ചു പ്രാർത്ഥിച്ചാട്ടെ. ഏലിയാവ് ആമേൻ പ്രാർത്ഥിക്കുന്നത് ആമേൻ മറ്റുള്ളവർ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ല. ഏലിയാവ് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. തന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി നൽകുകയാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം തീയിറക്കുകയാണ്. സ്വർഗത്തിൽ നിന്ന് ദൈവം വിടുതലിന്റെ ആമേൻ ശബ്ദം കേൾപ്പിക്കുകയാണ്. ആമേൻ. വ്യക്തമായി ദൈവം സംസാരിക്കുകയാണ്. മകനെ എന്ന് വിളിച്ച് ദൈവം ഇടപെടുകയാണ്. ഇന്ന് പകലിൽ ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നിന്നോട് സംസാരിക്കുന്ന പകലാണിത്. ദൈവം നിന്നോട് ഇടപെടുന്ന പകലാണിത്. ആമേൻ. ആ കാതുകളിൽ ദൈവശബ്ദം കേൾക്കാൻ കഴിയുന്നവർ, ആമേൻ, സ്തോത്രം, നാം ആയിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കഴിയുന്നവർ, ആമേൻ, ദൈവിക കരസ്പർശനം അനുഭവിക്കാൻ കഴിയുന്നവർ, ആത്മചൈതന്യം അനുഭവിക്കാൻ കഴിയുന്നവർ ഇന്ന് പകൽക്കാലം ആ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ആമേൻ. ഹല്ലേലൂയ. നാളുകളായി ആമേൻ, ആമേൻ, ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിടുതലില്ലാത്ത വിഷയത്തിന്റെ മേൽ ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? എന്റെ ദൈവം എന്റെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യാൻ മതിയായ ദൈവമാണ്. ആ വിടുതലിന്റെ അനുഭവത്തെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പകർന്നു നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആമേൻ. ആ വിടുതലിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ സ്വായത്തമാക്കാൻ ദൈവം കൃപ നൽകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ആമേൻ. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുമ്പോൾ
ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ബഹുമാന്യ കർത്താവിന്റെ ദാസനും പ്രിയപ്പെട്ട സഹോദരിക്കും ആമേൻ, ഈ സൂമിറ്റിയിൽ ആമേൻ എന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ആമേൻ ഹൃദ്യമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ. ഒരു വാക്ക് പ്രാർത്ഥിക്കാമോ? ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗ്ഗസ്ഥനായ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സൂം മീറ്റിംഗിൽ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ കർത്താവേ അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവപ്രവൃത്തി ദൈവം വെളിപ്പെടുത്തേണ്ടതിനായിട്ട് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വിവിധ ഇടങ്ങളിൽ ഇരുന്ന് ആമേൻ, വിവിധ സമയങ്ങളിൽ ആമേൻ, വ്യത്യസ്ത ടൈം സോണുകളിൽ ആമേൻ ഇരുന്ന് ഈ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവസന്നിധിയിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക വിടുതൽ കർത്താവ് കൽപ്പിക്കണം. ആമേൻ, സ്വർഗം എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഭാരങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, ദുഃഖങ്ങളിൽ നിന്ന്, കഷ്ടങ്ങളിൽ നിന്ന് ദൈവം ഓരോരുത്തരെയും വിടുവിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ആമേൻ, സ്വർഗത്തിലെ ദൈവത്തിന്റെ അനുഗ്രഹം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കുന്നതിനായി യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.